കഴിഞ്ഞ ദിവസം തൃശ്ശൂർ അയ്യന്തോളിൽ ബൈക്ക് യാത്രക്കാരുടെ ദേഹത്തേക്ക് മയിൽ പറന്നു വരികയും നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് ആ ബൈക്ക് യാത്രക്കാരൻ മരിക്കുകയും കൂടെയുണ്ടായിരുന്ന ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം എങ്ങനെയാണ് മയിലുകൾ ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്? റോഡുകളിലേക്ക് പോലും മയിലുകൾ എത്താൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് ആളുകൾ അന്വേഷിച്ചു തുടങ്ങി. അപ്പോൾ അതിനൊരു ഉത്തരം നൽകാൻ വേണ്ടി കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള ക്ലൈമറ്റ് കോളേജിൻ്റെ ഡീൻ ശ്രീ പി ഒ നമീർ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ കൂടുതൽ മയിലുകളെ കാണാൻ കാരണം? മയിലുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് മയിൽ കേരളത്തിൽ ഭയങ്കരമായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ആദ്യകാല പക്ഷികളെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടുള്ളത് ഡോക്ടർ സലീം അലിയാണ്. 1930കളിൽ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിലെ 19 സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പഠനം നടത്തിയതിൽ അന്ന് നമുക്ക് മയിലുകളെ കേരളത്തിൽ നിന്ന് എവിടെ നിന്നും കണ്ടിട്ടില്ല. അപ്പോൾ മയിൽ എന്ന് പറയുന്നൊരു പക്ഷി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് തുറസായ വരണ്ട പ്രദേശങ്ങൾ കാണുന്ന ഒരു പക്ഷിയാണ്. കേരളം പോലുള്ളൊരു സംസ്ഥാനം നമ്മൾ കൂടുതൽ നിബിഡമായിട്ടുള്ള പച്ചപ്പോട് കൂടിയിട്ടുള്ള കൂടുതൽ ആർദ്രതയുള്ള ഒരു ഭൂമിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേരളത്തിൽ നമുക്ക് കാലാകാലങ്ങളുടെ മയിലിനെ കാണാതിരുന്നത്. നമ്മൾ മയിലിൻ്റെ സാന്നിധ്യം കേരളത്തിൽ കാണുന്നത് 1980കൾ മുതലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് അതിൻ്റെ വ്യാപനം കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ 80കൾക്ക് ശേഷം ഇങ്ങോട്ട് മയിലുകൾ മാത്രമല്ല കണ്ടിരുന്നത്, അതിനോടൊപ്പം തന്നെ മറ്റ് ചില വരണ്ട പ്രദേശങ്ങളിൽ കാണുന്ന കേരളത്തിൽ മുമ്പ് കാണാതിരുന്ന പക്ഷികളെയും കേരളത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കാരണം എന്താണ്, ഇത് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ എന്ന് പരിശോധിക്കാനായിട്ടാണ് നമ്മൾ 2018 അത്തരത്തിലൊരു പഠനം നടത്തിയത്. ഈ കോളേജിൽ തന്നെയുള്ള സാൻജോ വി ജോസ് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയുടെ MSc പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ പഠനം നടത്തിയത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിച്ചത് കഴിഞ്ഞ 100 വർഷത്തെ മയിലിൻ്റെ ഡാറ്റയും കഴിഞ്ഞ 100 വർഷത്തെ കാലാവസ്ഥയുടെ ഡാറ്റയും കേരളത്തിൽ മൊത്തമായിട്ട് കളക്ട് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് വെച്ചിട്ടുള്ളൊരു പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് 2050 ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം കേരളത്തിൻ്റെ 50% മേലെ പ്രദേശം മയിലുകളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നും, അപ്പോൾ അത് 50%-ലേറെ പ്രദേശങ്ങളിൽ വരൾച്ചയിലേക്ക് അല്ലെങ്കിൽ വരണ്ട പ്രദേശമായിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് റോഡുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് യാത്രക്കാർക്ക് അതൊരു ഭീഷണിയാവുന്നു എന്നുള്ളതാണ് അല്ലേ? അതെ. അപ്പോൾ മയിൽ എന്ന് പറയുന്നത് നമുക്കൊരു വനത്തിൽ കാണുന്നൊരു പക്ഷിയല്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തുറസായ സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ടുള്ള മേഖലയിൽ കാണുന്ന പക്ഷിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വനമേഖലയിലല്ല കാണുന്നത്. കൂടുതലായിട്ട് അതിൻ്റെ സാന്നിധ്യമുള്ളത് നാട്ടിൻ പ്രദേശങ്ങളിലാണ്, തുറസായ സ്ഥലങ്ങളിലാണ്. നമ്മളുടെ റോഡുകൾ ഇപ്പോൾ ഈ അപകടം സംഭവിച്ചത് നമ്മുടെ കോൾപ്പാടത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവിടെ അതുപോലെയുള്ള തുറസായ സ്ഥലങ്ങളിലായിട്ടാണ് ഇതിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് വരുന്നത്. അതുള്ള പ്രദേശങ്ങളിലൂടെ ചെയ്യുമ്പോഴാണ് യാത്ര ചെയ്യുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതെ, അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ അതൊരു മനുഷ്യ ജീവന് തന്നെ അപകടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെ ടാക്കിൾ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ബിക്കോസ് ഇത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 1-ാം പട്ടികയിൽപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പക്ഷിയാണ്. അപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളത് നമ്മൾ കളക്റ്റീവായിട്ട് ചിന്തിച്ച്. കാർഷിക വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ അങ്ങനെ വരുന്നുണ്ടോ ഈ മയിലിൻ്റെ ഒരു സാന്നിധ്യം? ഉണ്ട്. മയിൽ പല കാർഷിക വിളകൾക്കും നാശം ഉണ്ടാക്കുന്നുമുണ്ട്. അതും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് അത് ബേസിക്കലി ഗ്രാനിവോറസ് വിഭാഗത്തിൽ വരുന്ന പക്ഷിയാണ്. അതായത് ഗ്രെയിൻസ് ആണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള ഗ്രെയിൻസിന് നാശം ഉണ്ടാക്കുന്നുണ്ട്, പച്ചക്കറി വിളകൾക്ക് നാശം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പല വിളകൾക്കും നാശമുണ്ടാക്കുന്നതായിട്ട് കർഷകരുടെ ഭാഗത്തു നിന്നുള്ള പരാതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തന്നെ നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മയിലുകൾ പെരുകുന്നത് കേരളത്തിലൊക്കെ വരാനിരിക്കുന്ന ഒരു വരൾച്ചയുടെ മുന്നറിയിപ്പാണ്. തീർച്ചയായിട്ടും. നമുക്ക് നമ്മളുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ നമ്മളുടെ പല ഒരു ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. നമുക്ക് കൃത്യമായിട്ടുള്ള സൂചകങ്ങളാണ് അവ തരുന്നത്. അപ്പോൾ ആ സൂചകങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് അതിനുള്ള കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ പ്ലാൻസ് നമ്മൾ തയ്യാറാക്കണം എന്നുള്ള മുന്നറിയിപ്പുകളാണ് ഇത്തരത്തിലുള്ള പക്ഷികളുടെ സാന്നിധ്യം നമുക്ക് തരുന്നത്. ഞാൻ പറഞ്ഞ പോലെ മയിൽ മാത്രമല്ല, നമുക്ക് ഇതുപോലെ കേരളത്തിൽ കാണുന്ന വരണ്ട പ്രദേശത്തിൽ കണ്ടുകൊണ്ടിരുന്ന പക്ഷികൾ ഇവിടെ കാണുന്നത് മറ്റനവധി, നമ്മൾ ഏകദേശം ഒരു 20-25ഓളം വേറെ പുതുതായിട്ടുള്ള, അതായത് കേരളത്തിൽ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ലാത്ത പക്ഷികൾ നമ്മളുടെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം ഒരു കൃത്യമായ സൂചകങ്ങളാണ് നൽകുന്നത്.
അതനുസരിച്ചിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാവുകയും അതിനനുസൃതമായിട്ടുള്ള നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്ന കറക്റ്റീവ് മെഷേഴ്സ് ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പം കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു വരൾച്ചയുടെ മുന്നറിയിപ്പാണ് മയിലുകൾ ഇങ്ങനെ പെരുകുന്നതെന്നാണ് ഇതിൽ വിദഗ്ധനായ പി ഒ നമീർ പറയുന്നത്. നിലവിൽ ബൈക്കുകൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ റോഡുകളിൽ മയിലുകൾ കാണുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത് തൃശ്ശൂർ അയ്യന്തോളിൽ ഇങ്ങനെ മയിൽ ദേഹത്ത് തട്ടി നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് ഒരാൾ മരിക്കാനിടയായ സംഭവം. അതാണ് ഇപ്പോൾ ഈ മയിലിൻ്റെ സാന്നിധ്യം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം. കോൾപ്പാടങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് തൃശ്ശൂർ, തുറസായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇത്തരം മയിലിൻ്റെ സാന്നിധ്യമുണ്ട്. യാത്രക്കാർ ശ്രദ്ധിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. കാരണം മയിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പക്ഷി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രക്കാർ ജാഗ്രത പാലിക്കുകയല്ലാതെ മറ്റൊരു പോംവഴി ഇതിൽ ഇല്ല എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. തൃശ്ശൂരിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.